അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. നമ്മുടെ ഡെസ്കിലേക്ക് വന്ന മറ്റൊരു സംശയം ഖിതാനിനെ സംബന്ധിച്ചതായിരുന്നു. അതായത് മാർഗം ചെയ്യലിനെ കുറിച്ച്. അത് പെണ്ണുങ്ങളതും ആണുങ്ങളതും ഉള്ള വിഷയമായിരുന്നു വന്നത്. അതിനെക്കുറിച്ചുള്ള മസല എന്താണ് എന്നുള്ള ഇതായിരുന്നു ആരാഞ്ഞത്. വാസ്തവത്തിൽ ഈ കല്യാണം എന്ന് പറഞ്ഞത് നമുക്കറിയാലോ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. ഖുർആൻ പറഞ്ഞു അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫന. അപ്പൊ ആ ആയത്തിലൂടെയാണ് ഈ വിഷയം ഇവിടെ വരുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ ചര്യയാണത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ചര്യ എന്ന നിലക്ക് അത് സുന്നത്ത് എന്ന് പറഞ്ഞു വരുന്നു എങ്കിലും അത് ഫർളാണ്, നിർബന്ധമാണ്. അത് സുന്നത്ത് കഴിക്കുക എന്ന് പറഞ്ഞത് ഈ ചര്യ എന്ന അർത്ഥത്തിലാണ്, എന്നല്ലാതെ ഹുക്കുമ നിലക്കുള്ള സുന്നത്ത് എന്നല്ല. അതങ്ങനെ മുൻകാലങ്ങളിൽ പ്രയോഗിച്ചു വന്ന് ഇപ്പോഴും അത് പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 80 വയസ്സായപ്പോഴും എന്നും അല്ല 120 ആയപ്പോഴും എന്നും അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ 80 എന്ന് ആണ് ബലപ്പെട്ടത് എന്ന് കാണിക്കുന്നു കിതാബിലെ രേഖകളൊക്കെ. അപ്പൊ ആ സമയത്താണ് അള്ളാഹുവിന്റെ അടുക്കുന്നുള്ള ഓർഡർ. അപ്പൊ ഇതെന്താന്ന് അറിയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു കോടാലി എടുത്തു. മഴു എന്നും കോടാലി എന്നും ഒക്കെ പറയാം. അങ്ങനെയുള്ള വലിയൊരു സാധനം എടുത്തിട്ട് സ്വന്തമായിട്ടാണ് മാർക്കല്യാണം ചെയ്തു എന്നാണ്. നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പന അങ്ങ് അനുസരിച്ചു. അപ്പൊ അതിലേക്കുള്ള ആ ഒരു ഈമാനികമായ ശക്തി എത്രമാത്രം ഉണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ മുഴുവനും അതിജീവിച്ചു എന്നർത്ഥം. അപ്പൊ ഈ ടൈമിലാണെന്ന്. അപ്പൊ അതിന് രണ്ടഭിപ്രായങ്ങൾ പറയുന്നു. അതായത് 80 എന്ന് പറഞ്ഞത് അത് നുബുവത്തിന്റെ ശേഷമുള്ള ടൈം ആയതുകൊണ്ടുള്ള കണക്കാണ്, മറ്റേത് വിലാദത്തിന്റെ കണക്കാണ് എന്ന് പറയുന്നു. ഏതാവട്ടെ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട്. 80 യാതൊരു സംശയമായിട്ടും ഇല്ലതാനും. അപ്പൊ ആ ടൈമിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ മാർക്കല്യാണം ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിന്റെ തുടർച്ച വരുന്നതും. അത് മുതലാണ് നമുക്കത് ആ മില്ലത്താണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി നമുക്കും വന്നിട്ടുള്ളത്. അപ്പൊ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഇബാറത്ത് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. വജബ ഖിതാനുൽ മർഅതി വർ-റജുലി എന്നാണ്. എന്നിട്ട് പറയുന്നു ഹൈസുലം ന്യൂലത മഖ്തൂനീൻ എന്നാണ് അവിടെ ഇബാറത്ത് പറഞ്ഞത്. അതായത് പ്രസവിക്കുന്ന സമയത്ത് ഖിതാൻ ചെയ്യപ്പെട്ടവരായിട്ട് ആണ് എങ്കിൽ അത് മതി, പിന്നെ രണ്ടാമതൊന്നില്ല. അല്ലെങ്കിൽ ആണിനും പെണ്ണിനും വുജൂബാണ് എന്നാണ്. വുജൂബാണ്. അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് മഖ്തൂനായിട്ടാണല്ലോ, മഖ്തൂനം മഖ്ഹൂലൻ എന്നാണ് നമ്മൾ ഹദീസിന്റെ കിതാബിലൊക്കെ ഓതാറുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനായിട്ടാണ് ജനിച്ചത്. അതാണ്. അപ്പൊ വുജൂബാണ്, ആണിനും പെണ്ണിനും വുജൂബാണ്. പക്ഷേ വഖീല ഒരു അഭിപ്രായം ഉണ്ട്. അതിന്റെ രണ്ടാം ഘട്ടത്തിൽ നിൽക്കുന്ന അഭിപ്രായം. അപ്പൊ 60-65% അഭിപ്രായം എന്ത് തന്നെയാണ് വുജൂബ് എന്നാണ്. അതിലൊരു 35-40 അടുത്തൊരു അഭിപ്രായത്തിൽ വരുന്നത് പിന്നെ വാജിബുൻ അല റിജാലി, പുരുഷന്മാർക്ക് വാജിബും സുന്നത്തുൽ നിസാഇ എന്നാണ്, പെണ്ണുങ്ങൾക്ക് സുന്നത്തി എന്ന്. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് സുന്നത്തി എന്ന അഭിപ്രായത്തിന്റെ ഈ കീലമ പിടിച്ചാലാണ് ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതി പോകുന്നത്. കൂടുതലും ആ വിഷയത്തിനെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന് തന്നെ പറയണം. പക്ഷേ പെണ്ണുങ്ങൾക്കുള്ള അത് പിന്നെ ആണുങ്ങളുടേതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വശങ്ങളും മറ്റും ഇന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ പല രീതിയിലും അത് കേട്ടും മനസ്സിലാക്കിയതുമാണ്. ഇനി അതേപോലെ തന്നെ പെണ്ണുങ്ങളത് ചെയ്യുന്നതിനെ കുറിച്ചും അതേ രീതിയിൽ തന്നെ അതിന്റെ പ്രത്യേകതകൾ കാണുന്നുണ്ട്. കാരണം അവരുടെ ആന്തരികമായിരിക്കുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് അതിന് മാറ്റി കിട്ടും എന്ന് മാത്രമല്ല, സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടാവാതിരിക്കാൻ ഇത് കാരണമാകും എന്ന് ആ വിഷയത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് കിതാബിൽ കാണാൻ സാധിക്കുന്നു. കാരണം അവന്റെ പ്രായങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവരിലുണ്ടാകുന്ന ആ ശക്തിക്കുറവിലൊക്കെ അവർക്ക് കൂടുതൽ അതിലേക്ക് ഉള്ള ആ ശക്തിയും ആ നശാത്തും ആ ഉന്മേഷവും ഒക്കെ കിട്ടാൻ ഈ ഖിതാൻ ചെയ്യൽ കാരണമാകുന്നു എന്ന് കിതാബിനെ അതിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണുന്നുണ്ട്. ഇനിയും പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വെട്ടിയിൽ ഇതിലങ്ങ് പറയാൻ വലിയ ധൈര്യം പോരാ. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നിർബന്ധമാകുന്നു ബി ബുലൂഗൻ എന്നാണ് കിതാബിന്റെ ഇബാറത്ത്. ബുലൂഗ ആവല് കൊണ്ട് എന്ന് പറഞ്ഞാൽ തെക്ലീഫിന്റെ മുമ്പ് ആ വ്യക്തിയുടെ മേൽ നിർബന്ധമില്ല എന്നേ ഉള്ളൂ. പക്ഷെ തെക്ലീഫ് ആകുന്നതിന് മുമ്പ് പിന്നെ മുമയ്യിസ് ആണെങ്കിലും ആയ കുട്ടിക്ക് വലിയുടെ മേലാണ്, അതായത് വാപ്പാന്റെ മേലാണ് അതിന്റെ കടമ ബാധ്യതയുള്ളത്. അപ്പോ വലിയാണ് അത് ചെയ്തു വീട്ടേണ്ടതും.
അപ്പോ അത് ഏത് റജുലിന്റെ ഖിതാനിന്റെ സ്ഥലം ഏത്, പെണ്ണിന്റേത് ഏത് എന്നൊക്കെ അതിൽ വിശദമായിട്ട് നമ്മളെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇബാറത്തുവാണെങ്കിൽ ഒന്ന് വായിക്കാൻ എന്നേ ഉള്ളൂ, അതിന്റെ അർത്ഥം വെക്കേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം അത് അത്രക്കും അങ്ങനെ അതിന്റെ വാക്കർത്ഥങ്ങൾ പറയുന്ന ഒരു പ്രയാസമുണ്ട്. കിതാബിൽ കാണുന്നത് വാജിബു ഫി ഖിതാനി റജുലി ഖത്ഉ മാ യുഗത്തി ഹഷ്ഫതുഹു ഹത്താ യൻകശിഫ കുല്ലുഹ. അത് പറയാൻ നമുക്ക് മനസ്സിലായി, അത് ആ ഭാഗം തന്നെയാണ്. ആ ഭാഗം ശരിക്കും വ്യക്തമാവുന്നത് വരെ അതിന്റെ മുമ്പിലുള്ള ആ തൊലിയാണ് നീക്കേണ്ടത് എന്ന്. പിന്നെ പറയുന്നു വൽ മറഅതു ഖത്ഉ ജുസീൻ യഖഉ അലൈഹിൽ ഇസ്മു മിനൽ ലഹ്മത്തിൽ മൗജൂദത്തി ബി അലൽ ഫർജി എന്നാണ്. ഫൗക സഖബത്തിൽ ബൗലി തശ്ബഹു റഖദ്ദീക്ക്, അതായത് കോഴിയുടെ ആ കുഞ്ഞോട് പോലെ സാദൃശ്യമുള്ള ആ സാധനത്തിന്റെ പോലെ കാണുന്നതിന്റെ അടുത്തുള്ളത് എന്നാണ് പറയുന്നത്. തുസമ്മൽ ബദറു എന്നതിന് പേരുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആ ലഹമിനെയാണ് നീക്കേണ്ടത് എന്ന് കിതാബിൽ കാണുന്നുണ്ട്. ഇനി മറ്റ് ഇമാമികളെ കുറിച്ചൊക്കെ വന്ന ഒരുപാട് അഭിപ്രായങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പറയുന്നു നഖലൽ അർദബീലി ഇമാമിനെ തൊട്ട് നഖൽ ചെയ്ത ഉദ്ധരിക്കപ്പെട്ട ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. അനിൽ ഇമാമുൽ ഹറമൈനെ കുറിച്ചാണ്. വലൗകാന ദഈഫൽ ഖിൽഖത്തി ബിഹൈസു ലൗ ഖതന ഖീഫ അലൈഹി ലം യഖ്തന ഇല്ലാ യഗ്ലിബ അലൽ ദന്നി സലാമത്തു എന്നാണ്. ഇനി എന്താണ് സൃഷ്ടിപ്പ്, അതായത് കുട്ടിയുടെ ആ പ്രകൃതി അതിന് യോജിക്കുന്ന രീതിയിൽ അല്ല എങ്കിൽ, കാരണം അതിനുള്ള ശക്തി ഇല്ല, അപ്പോൾ ചെയ്താലോ വല്ല പ്രശ്നങ്ങളും വരുമെന്നെങ്കിൽ അത് വരുന്നത് വരെ കാത്തിരിക്കാമെന്നാണ്. അതിന് ആ ശക്തിയും കൂവത്തും കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നതാണ്. പക്ഷെ സുന്നത്ത് പ്രസവിച്ചതിന്റെ 7ാമത്തെ ദിവസം അതിനെ ചെയ്യലാണ്. കാരണം അങ്ങനെയാണ് ഇത്തിബാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയോട് പിൻപറ്റുന്ന രീതിയെ നമ്മൾ നോക്കുമ്പോൾ ആ സമയത്താണ് വേണ്ടത്. ഇനി വേണമെങ്കിൽ അങ്ങനെ പിന്തിക്കുകയാണെങ്കിൽ 40ന്റെ അന്ന് വഫിൽ 40 എന്നാണ്, 40ന്റെ അന്നേക്കും അതിനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ള സമയം പറയണത് ഇങ്ങനെ ഈ 40നും 7നും അല്ലെങ്കിൽ ഫഫിസ് സനത്ത് സാബിയ 7ാമത്തെ വർഷമെങ്കിലും ചെയ്യണം. അതിന് കാരണം എന്താ പറയണത്, ആ സമയത്താണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടാ. ഈ കൽപ്പിക്കപ്പെടാ എന്ന് പറഞ്ഞത് ഓരോ രക്ഷിതാക്കളുടെ മേലും കടമയാണ്, വുജൂബാണ്. നമുക്ക് 7 വയസ്സായാലും കൽപ്പിക്കണം. അങ്ങനെ 7 വയസ്സായിട്ട് നമ്മൾ കൽപ്പിക്കാതെ വന്ന് പിന്നെ ആ കുട്ടി വഴിവെച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം മുഴുവൻ ഈ രക്ഷിതാവിന് തന്നെയാണെന്ന് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോ ഒരാള് ഇനിയിപ്പോ ഖിതാൻ ചെയ്യാതെ ഒരാൾ മരിച്ചാൽ അതൊരു മസല വരും. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടെങ്കിൽ ലം യഖ്തൻ ആണ്, പിന്നെ ഖിതാൻ ചെയ്യേണ്ടതില്ല. പ്രബലമായ അഭിപ്രായം ഒരിക്കലും പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ പിന്നെയും പറയുന്നു, നമ്മളിപ്പോ കുട്ടികളുടെ മാർക്കെല്ലാം കഴിക്കുമ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അങ്ങനെ ആരും അറിയാത്ത പോലൊക്കെ ചെയ്തിട്ടൊക്കെ വരുന്നൊരു ചുറ്റുപാടുണ്ട്. എന്നാൽ പിന്നെ അതിന്റെ സുന്നത്ത് എന്താണെന്ന് നമ്മുടെ ഫിഖ്ഹ് മസല പറയുന്നു. യുസന്നു ഇൽഹാറു ഖിതാനി ദക്കരി എന്നാണ്. ദക്കർ അതായത് ആൺകുട്ടികളുടെ ഖിതാനിനെ പരസ്യമാക്കണം, എല്ലാവരെയും വിളിച്ചറിയിച്ച് അങ്ങനെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യണമെന്നാണ്. വയഖ്ഫാഉ ഖിതാനുൽ ഉൻസ, പെണ്ണിന്റെ ആണെങ്കിൽ ആ ഖിതാനിനെ മറച്ചു വെക്കണം, ഒഴിവാക്കാൻ പാടില്ല എന്നുമാണ്. ഇതാണ് അതിന്റെ മസലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഏകദേശം ആ കാര്യം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അനുബന്ധമായും അല്ല ഇതും സംശയങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കുക, നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു